എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പിടികിട്ടാപ്പുള്ളിയെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് നിരന്തരം തെറി എഴുതിക്കൊണ്ടിരുന്ന ഒരു കമൻറ്റോളിയെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. കമൻറ്റോളി എന്ന് പറയുമ്പോൾ ഒരു ലേഡിയാണ് ഈ ഒരു കമൻറ്റോളി. പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരത്തിയുടെ ഒരു വിനോദം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ചാനലുകളിൽ, അതും ഫാമിലി വ്ളോഗ് പോലുള്ള ചാനലുകളിലൊക്കെ കയറി വന്നിട്ട് അശ്ലീലങ്ങൾ, തെറിയെന്ന് പറയാൻ പറ്റില്ല, തീർത്തും അശ്ലീലങ്ങൾ പറയുക, എഴുതി വിടുക എന്നുള്ളതാണ് പുള്ളിക്കാരത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറയുന്നത്. നമ്മുടെ ആദിവാസികളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഒരു സഹോദരിയായ ദീപ്തിയുടെ ചാനലിലൊക്കെ പോയിട്ട് പുറത്ത് പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ എഴുതി വിട്ടുകൊണ്ടിരുന്ന ഒരു പെണ്ണുപിള്ളയായിരുന്നു ഇത്. അവർക്ക് മാത്രമല്ല, മറ്റ് പല ചാനലുകാർക്കും രഹസ്യമായ ഒരു തലവേദന തന്നെയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ അവരെ ഇതുവരെയും കണ്ടിട്ടില്ല. എനിക്ക് പറയുമ്പോൾ ഉള്ള കാര്യം തന്നെ പറയണമല്ലോ. എൻ്റെ ചാനലിൽ അവർ കമൻ്റ് ഇടാൻ ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ മറ്റ് പല ചാനലുകളിലും അവർക്ക് ഫാമിലി ചാനലുകളോട് അവർക്ക് എന്താണോ എന്തോ വലിയൊരു ചൊറിച്ചിലുണ്ട്. എന്തായാലും അത്തരക്കാരോടാണ് ഇവർക്ക് കൂടുതൽ വൈരാഗ്യമെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ചാനലുകളിലാണ് ഇവർ കൂടുതലായിട്ട് വന്നിട്ട് കമൻ്റ് ഇട്ട് കൊല്ലുന്നത്. എന്തായാലും ഇപ്പോൾ 3 വർഷമായി ഈ പറയുന്ന വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, അവിടെ ആ ഒരു ചാനലിലെന്ന് വെച്ചാൽ 2 കുഞ്ഞു കുട്ടികളും അച്ഛനും അമ്മയുമാണ്. അവർ വളരെ യൂത്താണ്. അവരുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് പറയാൻ പാടില്ലാത്തത്രയും വൃത്തികേടുകൾ, ഒരു മനുഷ്യനും പറയാൻ മടിക്കുന്നതായിട്ടുള്ള അറയ്ക്കുന്ന കാര്യങ്ങൾ ഒരു എളുപ്പവും കൂടാതെ എഴുതി വിടുന്ന ഒരു അമ്മച്ചിയാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഇവരെ അന്വേഷിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള ആ ഒരു ശ്രമത്തിനിടയിൽ ഒടുവിൽ വിജയിച്ചിരിക്കുകയാണ് അവരുടെ ആ ഒരു ശ്രമം എന്ന് പറയുന്നത്. നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, അതായത് നമ്മുടെ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ആളുകൾ ആ ഹസ്ബൻഡും വൈഫും കുട്ടികളെയും കൂട്ടിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വീട്ടിൽ ഇവരില്ല. അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല, കാരണം ഒരുപാട് ചാനലുകളിൽ അത് വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും കൂടി എടുത്തിട്ട് കാര്യമില്ല. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, പിന്നെ എൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാര്യം പറയുകയാണ്. അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഇവരുടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിലൊരു കുട്ടിക്ക് വയ്യാണ്ട് പനിയോ എന്തോ ആണ്. അപ്പോൾ വീടെന്ന് പറയുമ്പോൾ സാധാരണ ഒരു ചെറിയ വീടാണ്. നമ്മുടെയൊക്കെ വീടിൻ്റെ പോലെയൊക്കെ തന്നെയാണ്. ഒരു ചെറിയ വീടാണ്, ഒരു കുട്ടി വീട്. ആ വീട്ടിൽ വന്നിട്ട് ഇവർ നോക്കുമ്പോഴത്തേക്ക് ഇവർ കാറിലാണ് വരുന്നത്. പലയിടത്തും ചോദിച്ച് മനസ്സിലാക്കി ലൊക്കേഷനൊക്കെ നോക്കിയാണ് ഇവർ വരുന്നത്. വരുമ്പോൾ ഇവരുടെ ഈ പറയും പോലെ 2 കുട്ടികളാണുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 10-14 വയസ്സ് വരുന്നൊരു ആൺകുട്ടി, പിന്നെ അതിന് താഴെ ഒരു പെൺകുട്ടിയോ മറ്റോ ആണ്, താഴെയോ മുകളിലോ ഒക്കെ ആയിട്ട്. അപ്പോൾ ചെല്ലുന്ന സമയത്ത് അമ്മയെ അന്വേഷിക്കുമ്പോഴത്തേക്ക് കുട്ടി പറയുകയാണ്, അമ്മ ഇവിടെ ഇല്ല, അമ്മ ജോലിക്ക് പോയി. എവിടെ ജോലിക്ക് പോയത്? അത് അടുത്തൊരു പലചരക്ക് കടയിൽ അമ്മയ്ക്ക് ജോലിയുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കുട്ടികളിൽ നിന്നും കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലുകാർ ശേഖരിക്കുകയാണ്. ഇവരുടെ വീട്ട് നമ്പരും സ്ഥലവും എല്ലാം ക്ലിയറായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. പിന്നീട് അവരുടെ അച്ഛൻ്റെ ജോലി ചോദിക്കുമ്പോൾ അച്ഛൻ മിലിറ്ററിയിലാണെന്നാണ് കുട്ടികൾ പറയുന്നത്, പട്ടാളക്കാരനാണെന്നാണ് പറയുന്നത്. അതിനുശേഷം എന്തൊക്കെയോ പേപ്പേഴ്സിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നത് കാണിച്ചു. ഇങ്ങനെ പേപ്പറുകൾ എടുത്തിട്ട് അത് മൊബൈലിൽ പകർത്തുന്നത് കാണിച്ചു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ്. എന്നിട്ട് കുട്ടിയോട് വളരെ മാന്യമായിട്ടും വളരെ സ്നേഹമായിട്ടുമാണ് നമ്മുടെ വി ആർ ഇൻ ലവ് എന്ന യൂട്യൂബ് ചാനലിലെ ആ ഒരു ലേഡി പെരുമാറുന്നത്. അദ്ദേഹവും അതുപോലെ തന്നെയാണ്, വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ കുട്ടികളോട് സംസാരിക്കുന്നത്. അതിനുശേഷം കുട്ടികളോട് ചോദിക്കുകയാണ്, അമ്മ ഇങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ച്, അതായത് ചാനലുകളിലൊക്കെ വന്നിട്ട് കമൻ്റ് ഇട്ട് ഇഷ്യൂസ് ആയതിനെക്കുറിച്ച് വല്ലതും മക്കൾക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുകയാണ്, അറിയാം, ഇതേക്കുറിച്ച് അറിയാം, ഞങ്ങൾ പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ടായിരുന്നു, പല ചാനലുകളിലും അതിൻ്റെ റിയാക്ഷൻ നടക്കുന്നതൊക്കെ കുട്ടികൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അമ്മയോട് എന്താ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് ഞങ്ങൾ പറഞ്ഞത്, അമ്മ ഇനി ഇത് നിർത്തിക്കൂടെ, എന്തിനാ വെറുതെ ഇതിനൊക്കെ പോകുന്നത് എന്നുള്ള കുട്ടികൾ ചോദിച്ചതത്രേ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികളോട് പറയുകയാണ്, അമ്മ പറഞ്ഞു അത്രേ, ഞാനിത് നിർത്തിക്കോളാം എന്ന് പറഞ്ഞു എന്നാണ് കുട്ടി പറയുന്നത്. അങ്ങനെ
ഈ പറയുന്ന നമ്മുടെ ചാനലുകാർ കുട്ടിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ മുഖമൊന്നും നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കത്തില്ല, അങ്ങനെ വിഷമിക്കേണ്ട, നിങ്ങളുടെ അമ്മയുടെ അത്രയും വൃത്തികെട്ട മനസ്സുള്ള ആളുകളല്ല നമ്മൾ എന്ന് പറയുകയാണ്. അങ്ങനെ കുട്ടിയിൽ നിന്നും ഈ പറയുന്ന സ്ത്രീ അടുത്തൊരു പലചരക്ക് കടയിലാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് പുതിയൊരു പലചരക്ക് കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് എന്തൊക്കെയോ ഉണ്ട്, അവർക്ക് കാറുകളോ എന്തൊക്കെയോ ഉള്ള വലിയൊരു സെറ്റപ്പിലാണ് ഇവർ ജീവിക്കുന്നത് എന്നൊക്കെ ഇവർ തള്ളി മറിക്കാറുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ വന്ന് എന്നാണ് നമ്മുടെ ഈ ചാനലുകാർ പറയുന്നത്. അങ്ങനെ ഇവർ തിരക്കി വന്നപ്പോൾ കണ്ടത് ഒരു ചെറിയൊരു വീടാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ് അവരുടേതെന്നുള്ളത് ആ ഒരു വീടും പരിസരമൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് ഇവർ നേരെ ചെന്നത് പലരിടത്തും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇവർ വർക്ക് ചെയ്യുന്ന കടയിലാണ് ചെല്ലുന്നത്. കടയിൽ ചെല്ലുമ്പോൾ തന്നെ റാണിയൊക്കെ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മറ്റേതെങ്കിലും ദമ്പതികളെ തെറി എഴുതി വിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും പുള്ളിക്കാരത്തി. കാരണം ഒരു ആത്മനിർവൃതി വേണ്ടേ, കടയിൽ ആൾ കുറവുള്ള സമയമായിരുന്നു. അപ്പോൾ ചെല്ലുന്ന സമയത്തേക്ക് ഇവരെ കണ്ട ഉടനെ നമ്മുടെ റാണിയൊക്കെ ഞെട്ടിത്തരിച്ച് പോവുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ഭാവം മാറുകയാണ്. എന്നിട്ട് ചോദിക്കണം, നിങ്ങൾ യൂട്യൂബർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. പുള്ളിക്കാരത്തി ഒരു 2-3 വർഷമായിട്ട് ഇവരെ നിരന്തരം വേട്ടയാടി ഇവരുടെ ചാനലിൽ വന്നിട്ട് തെറി വിളിച്ച് 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 പണ്ടാറടക്കിക്കൊണ്ടിരിക്കുന്ന ഇവർ പെട്ടെന്ന് ഇവരെ കണ്ട ഉടനെ നിങ്ങൾ യൂട്യൂബ് ചാനലിലെ ആളുകളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ചിരിയാണ് വരുന്നത്. പക്ഷേ ഇവർ കൺട്രോൾ ചെയ്ത് നിന്നു, ദേഷ്യവും ചിരിയും ഒക്കെ കൺട്രോൾ ചെയ്ത് നിന്നു. അതിനുശേഷം നിങ്ങൾക്ക് എന്താ അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ പറയണേ, ഈ വന്ന ചാനലുകാർ പറയണേ, ഞങ്ങൾക്ക് കുറച്ച് അരി വേണമായിരുന്നു, അരി ഏതൊക്കെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ ഇവർ കണ്ടപ്പോൾ തന്നെ നമ്മുടെ റാണി എന്നാണ് അവരുടെ പേര്, അവരുടെ കിളി പോവുകയാണ്. സകല കിളികളും പോയി, ഇനി പറന്നു പോകാനായിട്ടൊരു കാക്ക പോലും ബാക്കിയില്ല. അപ്പോൾ അവർ പറയാണ്, ആ അരി ഇന്ന അരികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അരിയെ പരിചയപ്പെടുത്തി തരികയാണ്. എന്നാൽ 2 കിലോ അരി വേണമെന്ന് പറയുന്നു. അങ്ങനെ അരി എടുക്കാൻ പോകുന്ന അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ആ ഒരു അങ്കലാപ്പിൽ അവർ അതും ഇതും ഒക്കെ അവിടെ തട്ടിമറിച്ചിടുകയാണ്. അതിനുശേഷം പുള്ളിക്കാരത്തി അരിയൊക്കെ എടുത്തു തൂക്കുന്നു. 1 കിലോ അരി എടുക്കാൻ 2 കിലോ അരി എടുക്കുന്നതിനുള്ള താമസം എൻ്റെ അപ്പോൾ അത്രയ്ക്ക് താമസം ഉണ്ടായിരുന്നു. അരിയൊക്കെ എടുത്തു വെപ്രാളപ്പെട്ട് കൊടുത്തു. പിന്നീട് അവർ ബാത്റൂം ക്ലീനറാണെന്ന് തോന്നുന്നു പിന്നീട് ചോദിച്ചത്. ആ 2 സാധനങ്ങളുമാണ് ഇവർ അവിടെ നിന്ന് വാങ്ങിച്ചത്. അങ്ങനെ അത് കൊടുത്തു. പൈസയൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓണറോട് ചോദിക്കുകയാണ്, ഇവരെ അറിയോ, ഇവരെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടൊക്കെ തന്നെയാണോ കടയിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഓണറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, 2 ദിവസമായിട്ടേ ഉള്ളൂ ഈ സ്ത്രീ അവിടെ കടയിൽ വന്നിട്ടുള്ളത് എന്നുള്ള വാസ്തവം മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവർ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സ്ത്രീ ഇങ്ങനെ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ചാനലുകാർ പിള്ളേർ പറയുകയാണ്, ഈ സ്ത്രീ ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന കണക്കുള്ള സ്ത്രീയല്ലേ, ഇവർ ഭയങ്കര വൈറലായിട്ടുള്ള സ്ത്രീയാണ്, ഭയങ്കര ഫേമസ് ആണ്. ഇവരുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുന്ന തെറികളുണ്ടല്ലോ, ഇമ്മാതിരി ഇജ്ജാതി തെറി വിളിക്കുന്ന പെണ്ണുമ്പുള്ള ലോകത്ത് വേറെ ആരും കാണില്ല. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ തെറി വിളിക്കുന്ന പെണ്ണുമ്പുള്ളയാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഒരു എളുപ്പം കൂടാതെ തന്നെ ആ ഒരു സ്ത്രീ പറയുന്നൊരു വാക്കുണ്ട്, ഞാനതിന് ആരെയും തെറി വിളിക്കുന്നില്ലല്ലോ, ഞാൻ എഴുതിയിട്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന്. എന്തല്ലേ പറയുകയാണ്, ഞാൻ ആരെയും ഡയറക്റ്റ് തെറി വിളിക്കുന്നില്ലല്ലോ, ഞാൻ എഴുതിയിടുകയല്ല ചെയ്യുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇമാതിരി പോക്കൃത്തരങ്ങൾ അത്രയും പറഞ്ഞ് കുടുംബത്തിലുള്ള കുഞ്ഞു കുട്ടികളെ പോലും അനാവശ്യങ്ങൾ അത്രയും പറഞ്ഞിട്ട് ഒടുവിൽ ഇവർ അത്രയേറെ കഷ്ടപ്പെട്ട് ഇവരെ തിരക്കി ചെല്ലുന്ന സമയത്ത് ഇവരുടെ മുഖത്ത് നോക്കി പറയുന്നത്, ഞാൻ തെറി ആരെയും വിളിക്കുന്നില്ലല്ലോ, എഴുതിയിടുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്തിന് ചെകിട്ടപ്പോഴൊക്കെ ഒരടി കൊടുക്കണമെന്ന് തോന്നിയിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ആളുകളുണ്ട് കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാം, ആർക്കും പ്രതികരിക്കാം. കമൻ്റ് ഇടുന്നത് ഒരു കുറ്റമല്ല, കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുന്നത്. എന്നാൽ പലരും പറയും, നിങ്ങൾക്ക് ബാഡ് കമൻറ്റ് വരുമ്പോൾ അത്ര സങ്കടമുള്ള നിങ്ങൾ എന്തിനാണ് കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അവിടെയാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, കമൻറ്റ് ബോക്സും യൂട്യൂബിൻ്റെ റീച്ചുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, നല്ലൊരു ബന്ധമുണ്ട്. കമൻറ്റ് വരുന്നതനുസരിച്ചും ലൈക്കും ഷെയറും ഒക്കെ പോകുന്നതനുസരിച്ചാണ് ആ ഒരു വീഡിയോ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതെന്ന് എല്ലാ യൂട്യൂബേഴ്സിനും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് പലരും ഈ പറയുന്നത് പോലെ കമൻറ്റ് ബോക്സ് ഓപ്പണാക്കി തന്നെ വെച്ചിരിക്കുന്നത്. പക്ഷേ അത് മറ്റുള്ളവർക്ക് കയറി അനാവശ്യമായിട്ട് തെറി വിളിക്കാനുള്ള ഒരു ഏണി അല്ല എന്നുകൂടി ഓർക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ ഇവർ വന്ന് വിളിക്കുന്ന തെറികൾ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള തെറികളല്ല, സെക്സുമായിട്ട് ബന്ധപ്പെടുന്ന വാക്കുകളാണ് അനാവശ്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുകൊണ്ടേയിരിക്കുന്നത്. അതേക്കുറിച്ചൊക്കെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. അത് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിലുള്ള വാക്കുകളായതുകൊണ്ട് തന്നെ അത് ഞാൻ കൂടുതൽ അതിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒന്നുകിൽ ഇവർക്കുള്ള സൂക്കേടെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും മാനസിക പ്രോബ്ലം ഉണ്ടാവും, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അത് അല്ലെന്നുണ്ടെങ്കിൽ നല്ല അടിക്കരണം പുകച്ച് കൊടുക്കാനായിട്ട് ആരും ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ടുള്ളതല്ല യൂട്യൂബ് ചാനൽ. അവിടെ അന്യൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നല്ല ഇമ്മാതിരി പോക്കൃത്തരങ്ങൾ തന്തയ്ക്ക് പിറക്കായിക്ക അമ്മാതിരി തരങ്ങൾ കാണിക്കുന്നവരെ ചെകിട്ട് പുകച്ചടിച്ച് പറ്റിച്ചു കൊടുക്കേണ്ടതാണ് ചെയ്യേണ്ടത്. പക്ഷേ അവരൊരു സ്ത്രീ ആയിപ്പോയില്ലേ. സ്ത്രീയും പുരുഷനും തമ്മിൽ തുല്യത വേണം എന്ന് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുപോലെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ പുരുഷനൊന്നിങ്ങനെ നോക്കിപ്പോയാൽ അല്ലെങ്കിൽ വിരൽ ചൂണ്ടി ഒന്ന് സംസാരിച്ച് പോയാലും അവിടെ സ്ത്രീ പരാതിപ്പെടുകയാണെങ്കിൽ സ്ത്രീക്ക് തന്നെയാണ് അനുകൂലമായിട്ട് വിധി വരിക. അപ്പോൾ അതൊക്കെ കൊണ്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവരെ പോലെ കമൻ്റ് ഇടുന്ന കമൻറ്റോളികളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കമൻ്റ് ഇടാനുള്ള നിങ്ങൾക്ക് അവകാശമുണ്ട്. അത് കമൻ്റ് ഇടാൻ വേണ്ടി തന്നെയാണ് കമൻറ്റ് ബോക്സ് തുറന്ന് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കമൻ്റ് ഇടുന്നത് മാന്യതയോടുകൂടി ഇടാം, മാന്യത അല്ലാതെ ഇടാം. അപ്പോൾ മാന്യതയോടുകൂടിയാണ് നിങ്ങൾ കമൻ്റ് ഇടുന്നതെങ്കിൽ അത് കേൾക്കുന്നവർക്കും അത് വായിക്കുന്നവർക്കും സന്തോഷം തോന്നും. ഇപ്പോൾ എൻ്റെ ചാനലിൽ വന്നിട്ട് നിങ്ങൾ പൂരെ തെറി വിളിച്ചാണ് കമൻ്റ് ഇടുന്നതെങ്കിൽ അത് എന്നേക്കാളേറെ ബുദ്ധിമുട്ടിക്കുന്നത് ആ ഒരു ചാനലിൽ വരുന്ന മറ്റുള്ള ആളുകൾക്കായിരിക്കും അതൊക്കെ കാണുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഒരാൾ തെറി വിളിക്കുകയാണെങ്കിൽ എനിക്ക് അത് മൈൻഡ് ചെയ്യാതെ കളയാൻ പറ്റും. പക്ഷേ എൻ്റെ ചാനലിൽ കയറി ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് എൻ്റെ ചാനലിൽ കയറി ഇതുവരെ ആരും അങ്ങനെ തെറി വിളിക്കാനായിട്ട് നിൽക്കാറില്ല. അത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ അതിനെ കാണുകയാണ്. പിന്നെ എന്തായാലും ഈ കമൻറ്റോളികളോട് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലമൊന്നുമല്ല, നമ്മുടെ ഹണിറോസായിട്ട് ചില വിധികളും ചില പ്രഖ്യാപനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചില നിയമത്തിലൊക്കെ ഭാവമാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മുടെ ഹണിറോസ്. അപ്പോൾ ഹണിറോസിൻ്റെ ഒരു കേസ് വന്നപ്പോഴാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സ്ത്രീകളെ അസഭ്യം പറയുന്നവരോട് സഭ്യമല്ലാത്ത വാക്കുകൾ സംസാരിക്കുകയാണെങ്കിൽ അവർ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടും എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കമൻറ്റ് ചെയ്യുന്നവർ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം. പിന്നെ ഈ പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽസ് ഇവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇവരുടെ ഭർത്താവാണേലേ പിന്നെ പട്ടാളത്തിലാണെന്നാണ് പറയുന്നതെന്നേ പറയാൻ പറ്റൂ. പിന്നീടെന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ ഓർത്തിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ വർഷങ്ങളോളം അനുഭവിച്ചത് ഈ പീഡനം, ഈ നാണക്കേടും വിഷമമൊക്കെ അനുഭവിച്ചത് ആ ഒരു ചാനലുകാരാണ്. അപ്പോൾ അവർക്ക് എന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ അവർ തന്നെയാണ് അതിനൊരു തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ അതിലൊന്നും അഭിപ്രായം പറയാൻ നമ്മളാളല്ല. കാരണം ഒരു ബാഡ് കമൻറ്റ് വായിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ തെറി വിളിച്ചുകൊണ്ട് കമൻറ്റ് ഇടുമ്പോഴുള്ള അവസ്ഥ പറയുകയും വേണ്ടല്ലോ. അപ്പോൾ പിന്നീട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മോശമായിട്ടൊരാളിൽ നിന്നും ഒരു കമൻറ്റ് വന്നു കഴിയുകയാണെങ്കിൽ അവരെ പാടെ ബ്ലോക്ക് ചെയ്ത് കളയുക. പിന്നീട് അവർക്ക് നമ്മുടെ ചാനലിൽ ആ ഒരു ഐ ഡിയിൽ നിന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എന്നെ ആദ്യമൊക്കെ ഉള്ള സമയത്ത്, ഇപ്പോൾ എനിക്കങ്ങനെ ബാഡ് കമൻറ്റ് അങ്ങനെ അധികം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെയും വലുതായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ ലൈവ് നടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ചില നരമ്പന്മാരൊക്കെ വന്നിട്ട് എന്തെങ്കിലും കുട്ടി കമൻ്റ് ഇടുകയാണെങ്കിൽ ഞാൻ അവരെ അപ്പം തന്നെ നമുക്ക് പറ്റിയതല്ല എന്ന് തോന്നി അപ്പം തന്നെ നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്തങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ റാണി എന്നാണ് ഈ സ്ത്രീയുടെ പേര്. റാണി അക്ക എന്നാണ് പൊതുവെ ഇവരെ അറിയപ്പെടുന്നത്. തെറി വിളിക്കുന്നതിന് ഒരു ഉളുപ്പുമില്ലാതെ മര്യാദയില്ലാത്തൊരു സ്ത്രീയാണ് ഇവർ. ഇത്രയും തെറി ഇങ്ങനെ വന്നിട്ട് എഴുതി വിടാൻ, അതും ഒരു വലിയൊരു തിരക്കഥാകൃത്തൊക്കെ ആവാനുള്ള ഒരു ഭാവിയൊക്കെ ഇവരിൽ കാണുന്നു. ഇവർ സിനിമയായിട്ടൊക്കെ പ്രവർത്തിച്ച് തിരക്കഥയൊക്കെ എഴുതാൻ പോയിരുന്നെങ്കിലുണ്ടല്ലോ ഇവർക്ക് നല്ല ഭാവി ഉണ്ടായേനെ. കാരണം ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഇവിടം വരെ അവസാനിക്കുന്ന കണക്കാണ് ഇവരുടെ ഓരോ കമൻറ്റുകളിലും കിടക്കുന്നതിൻ്റെ കാര്യം.
അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിക്കെതിരെ ഈ ഒരു യൂട്യൂബ് ചാനലുകാർ പരാതി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്ത് തന്നെയാണെങ്കിലും ഈ സ്ത്രീക്ക് ഒരിത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെയെങ്കിലും ഓർത്തിട്ട് നിങ്ങൾ ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരുടെ കാലും കയ്യുമെങ്കിലും പിടിച്ച് എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്ന് ഊരി തരാനായിട്ട് അവരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പറച്ചിൽ പോലെ ഇരിക്കും അവരത് ചെയ്യുന്നതും ചെയ്യാത്തതും. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പിന്നീട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വിഷയത്തിൻ്റെ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് ഏതോ ഒരു നാറി, ഒരു പട്ടിച്ചി വന്നിട്ട് എൻ്റെ ചാനലിൽ വന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ ഏതാണ്ടൊക്കെ ഞാൻ ആ കമൻ്റ് എടുത്ത് വായിച്ചു തരാം കേട്ടോ. എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട് ആ ഒരു കമൻ്റ് കിടപ്പുണ്ട്. ഞാനതങ്ങനെ കാത്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് കമൻ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു പുള്ളിക്കാരത്തി. അതെവിടെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഒരു നിമിഷം. അതെന്തൊരു കമൻ്റാണ്? അതെ, ഇനി ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ അനാവശ്യമായിട്ട് അസ്ഥാനത്ത് ആരിട്ടാലും ഞാനത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കാണിക്കും. അത് അറിയണ്ടേ? പിങ്കി ഷമീർ എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്ന മിടുക്കത്തി. പിങ്കി ഷമീർ, ഇതാണ് അവരുടെ ID. പിങ്കി ഷമീറിൻ്റെ ID നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്തോ? ഒരു കുട്ടി ഇങ്ങനെ ഒരു പൂവൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അവരുടെ ID. ഇതാണ് ID. നിങ്ങളെല്ലാവരും കണ്ടോളൂ. പിങ്കി ഷമീറിൻ്റെ ID കേട്ടോ. ഞാൻ പക്ഷേ ഇങ്ങനെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം മറ്റുള്ളവരുടെ ID എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ചാനലിലാണെങ്കിൽ പോലും ഇങ്ങനെ കാണിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളെ അല്ല. പക്ഷേ ഞാൻ ഇതിങ്ങനെ കാണിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ഇങ്ങനെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അറിയാത്തൊരു വിഷയത്തിനാണ് ഇവർ കമൻ്റ് ഇട്ടിരിക്കുന്നത്. കാരണം അതെ, ഞാൻ തീരെ അറിയാത്ത, ഞാൻ ഇതുവരെയും ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഞാനത് എൻ്റെ ഫോണിൽ ഇട്ടിട്ടില്ല ഇതുവരെയും. തമ്പ്നെയിൽ പോലും ശരിയാക്കിയിട്ടില്ല. അതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ആ വീഡിയോ അങ്ങ് ഫോണിൽ നിന്ന് പോയി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് ആ ഒരു വീഡിയോയിലാണെങ്കിൽ ഞാൻ ഈ സംഭവം മൊത്തം കാണിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് രണ്ടാമത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാത്തൊരു സംഭവത്തെ പറ്റിയിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ പ്രിയങ്ക ഷമീറിൻ്റെ ആ ഒരു കമൻറ്റ് വായിക്കാം കേട്ടോ. ഞാൻ ഇടാത്ത വീഡിയോയെ കുറിച്ചിട്ട് പുള്ളിക്കാരത്തി ഇട്ടിരിക്കുന്ന കമൻറ്റാണേ. ഉത്തര, എല്ലാവരും VR ലവ് ചെയ്തത് ശരിയാണ് എന്നാണ് പ്രതികരിച്ചത്. നിങ്ങൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി അല്ലേ നിൽക്കുന്നത്? അവർ ചെയ്തത് ശരിയാണോ? സുപ്രീം കോർട്ട് വിധിയുണ്ട്, ഒരാളുടെ അന്നം മുട്ടിക്കാൻ പാടില്ലെന്ന്. പ്രായപൂർത്തി ആകാത്ത കുഞ്ഞുങ്ങൾ, അതും ഒരു പെൺകുഞ്ഞുള്ള വീടും പരിസരവും പബ്ലിക് ആക്കിയതിന് ആ സ്ത്രീയുടെ കമൻറ്റ് യോജിപ്പില്ലെന്ന്. അതിനു ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് എനിക്കിതിൻ്റെ മറുപടി എനിക്ക് എത്ര വായിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൻ്റെ ആ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഉത്തര, എല്ലാവരും VR ലവ് ചെയ്തത് ശരിയാണ് എന്നാണ് പ്രതികരിച്ചതെന്ന്. ആര്? ഞാൻ പ്രതികരിച്ചോ? ഉത്തര, എല്ലാവരും VR ലവ് ചെയ്തത് ശരിയാണ് എന്നാണ് പ്രതികരിച്ചത്. നിങ്ങൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി അല്ലേ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലെന്ന്. പിന്നെ ഞാൻ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ കണ്ണിൽ ശരി ഏതാണോ എൻ്റെ ശരിയിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അല്ലാതെ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താലോ, ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്താലോ, ഒരു പുരുഷനെ ഒരു സ്ത്രീ വെറുതെ ഒരു അകാരണമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ കാര്യത്തിന് പബ്ലിക്കായിട്ട് വന്ന് തല്ലിയാലോ ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ ഭാഗത്ത് ശരി എന്ന് തോന്നുന്ന കാര്യത്തിന് മാത്രമേ ഞാൻ നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ സ്ത്രീയെയും പുരുഷനെയും സ്ത്രീയെയും കുട്ടികളേക്കും വേണ്ടിയിട്ടല്ല ഞാൻ നിലകൊള്ളുന്നത്. എനിക്ക് തെറ്റ് കണ്ടാൽ ഞാൻ അത് ആര് കാണിച്ചാലും പറയും. ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എന്തിനാണ് വെറുതെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ കാണപ്പെടേണ്ട കാര്യം എന്താണ്? നിങ്ങളൊക്കെ തന്നെയല്ലേ പറയുന്നത് സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്, അവർക്ക് തുല്യത വേണമെന്ന്. പിന്നെ എന്തിനാണ് ഈ നിയമത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം സ്ത്രീക്ക് പരിഗണനയും പുരുഷന് വേറൊരു രീതി എന്ന് പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല.
നിങ്ങൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയല്ലേ നിൽക്കുന്നതെന്ന്. ഒരിക്കലുമല്ല, ഞാൻ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയല്ല നിൽക്കുന്നത്. 100 വട്ടം ഞാൻ പറയുന്നു, ഞാൻ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയല്ല നിൽക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാട് എവിടെയാണോ സത്യം എന്നെനിക്ക് തോന്നുന്നുവോ, സത്യത്തിൻ്റെ ഭാഗത്ത് മാത്രമേ ഞാൻ നിലനിൽക്കൂ. അത് പുരുഷൻ്റെ ഭാഗത്താണെങ്കിൽ പുരുഷൻ്റെ ഭാഗത്ത്, സ്ത്രീയുടെ ഭാഗത്താണെങ്കിൽ സ്ത്രീയുടെ ഭാഗത്ത്, കുട്ടികളുടെ ഭാഗത്താണെങ്കിൽ കുട്ടികളുടെ ഭാഗത്ത്, അത്രയേ ഉള്ളൂ. പിന്നെ അവർ ചെയ്തത് ശരിയാണോ? ആര്? സുപ്രീം കോടതി വിധിയുണ്ട്, ഒരാളുടെ അന്നം മുട്ടിക്കാൻ പാടില്ലെന്ന്. പ്രായപൂർത്തി ആകാത്ത കുഞ്ഞുങ്ങൾ, അതും ഒരു പെൺകുഞ്ഞുള്ള വീടും പരിസരവും പബ്ലിക് ആക്കിയതിന് ആ സ്ത്രീയുടെ കമൻറ്റിന് യോജിപ്പില്ല. അതിന് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എങ്ങനെ ചെയ്തടോ? നിങ്ങൾക്ക് എന്താ, തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഒന്നുകിൽ ഒരു കമൻ്റ് ഇടുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഇടണം. അതൊന്നും ഇല്ലാതെ, വാലും തലയും ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഇപ്പോൾ ഈ VR ലവിൻ്റെ കാര്യമാണെങ്കിൽ, ഞാൻ ആ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്ലോഡ് പോലും ചെയ്തിട്ടില്ല. കാരണം ഫോണിൻ്റെ സ്റ്റോറേജ് ഞാനൊന്ന് ക്ലിയർ ചെയ്തു, അപ്പോൾ അതങ്ങ് പോയി. അതാണ് വാസ്തവം. പിന്നെ അതിൻ്റെ തമ്പനയിൽ പോലും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ആ ഒരു ചാനലിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത്. ഇനി ആരിതുപോലെ അനാവശ്യമായിട്ട്, ഞാൻ മനസ്സറിയാത്ത കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് കമൻ്റ് ഇട്ടാലും ഞാനത് കാണിക്കും കേട്ടോ. ഇതാണ് പിങ്കി ഷമീറാണ്. പിങ്കി ഷമീറിൻ്റെ ജോയിൻ്റ് 2 വർഷമുള്ളൊരു യൂട്യൂബ് ചാനൽ എടുത്തതാണ് അവർ. അതിൽ 5 സബ്സ്ക്രൈബർ ഉണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള പല വീഡിയോയ്ക്കും അവർ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഇവർ വളരെ മാന്യമായിട്ട് തന്നെയാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ വളരെ മാന്യതയോടുകൂടി കമൻ്റ് ഇടുന്ന ആൾ തന്നെയാണ് നമ്മുടെ പിങ്കി ഷമീർ എന്ന് പറയുന്ന ആൾ. അവരൊരു മോശക്കാരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ കമൻ്റ് ഇട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ഈ ഒരു വിഷയത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ചാനലിൽ ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് താങ്കൾക്ക് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ ചാനലാണ്, ഇവരാണ് ഇതിൻ്റെ ആൾ. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും എൻ്റെ സഹോദരി പിങ്കി അറിയാനാണ്, നമ്മുടെ പിങ്കി ഷമീറിനോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവുന്ന രീതിയിൽ ചെയ്യുക. എനിക്ക് ശരിക്കും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പോലും മനസ്സിലായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ എനിക്കതിനെപ്പറ്റി കൂടുതൽ മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും പിങ്കി ഇനിയെങ്കിലും വ്യക്തമായിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഞാൻ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി അല്ല നിലകൊള്ളുന്നത്. എൻ്റെ സത്യങ്ങളെ, എൻ്റെ ശരികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിലനിൽക്കുന്നത്. അല്ലാതെ ആരുടെയും പക്ഷം പിടിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളൊരു വ്യക്തിയേ അല്ല ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മാന്യമായ രീതിയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ട് പോവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ചാനൽ 1 വർഷമാവുമ്പോഴെങ്കിലും എനിക്ക് സിൽവർ ബട്ടൺ കിട്ടണം എന്നൊരാഗ്രഹമുണ്ട്. അത് നിങ്ങളായിട്ട് നടത്തി തരുമെങ്കിൽ വളരെ സന്തോഷം. പിന്നെ നടന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.